കുടുംബസമേതം കേരളത്തിൽ തൊഴിൽ തേടി എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ അവരുടെ മക്കളുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമാണ്. ഇങ്ങനെ വീട്ടിൽ തനിച്ചാകുന്ന കുട്ടികളെ ചതിവലയിൽ വീഴ്ത്താനും അവരെ ചൂഷണം ചെയ്യാനും മലയാളികൾ തന്നെ രംഗത്തുണ്ട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാൾ സ്വദേശിനിയായ 15-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് പ്രണയം നടിച്ചടുത്തുകൂടിയ യുവാവാണ്. കുട്ടിക്ക് മയക്കുമരുന്ന് നൽകി 5 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. എന്നാൽ ഈ വാദം തള്ളിയ പോലീസ് ഒരാൾ മാത്രമാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്ന് പറയുന്നു. കേസിൽ ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഒളിവിൽ പോയ മുഖ്യപ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. രാമനാട്ടുകരയിലെ മാളിൽ നിന്നും കഴിഞ്ഞ 19-നാണ് പെൺകുട്ടിയെ കാണാതായത്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അടുത്ത ദിവസം ഉച്ചയോടെ കുട്ടിയെ അവശനിലയിൽ വീടിനടുത്തുപേക്ഷിച്ച് പ്രതികൾ കടന്നുകളയുകയായിരുന്നു. കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കാർ ഓടിച്ചയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ മുഖ്യപ്രതിയായ റിയാസ് എന്ന 26-കാരന് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. മാളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ ശേഷം കുട്ടിക്ക് മയക്കുമരുന്ന് നൽകി അടുത്തുള്ള മുറിയിലെത്തിച്ചാണ് ബലാത്സംഗം ചെയ്തത്. ഈ സമയം മറ്റു 4 പേർ കൂടി സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഇവർ ഉപദ്രവിച്ചില്ലെന്നും പോലീസ് പറയുന്നു. എന്നാൽ പോലീസിന്റെ വാദം കുടുംബം തള്ളുകയാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ശേഷം തിരികെ വീട്ടിലെത്തിയ കുട്ടി 5 പേർ തന്നെ ഉപദ്രവിച്ചതായി പറഞ്ഞതായി അമ്മയും വലിയമ്മയും പറയുന്നു. കുട്ടിക്ക് ദുരനുഭവമുണ്ടായി 4 ദിവസം കഴിഞ്ഞിട്ടും കാണാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടെന്നും കുട്ടിയുടെ കുടുംബം ചോദിക്കുന്നു. 15-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തത് കുട്ടിയുടെ സ്വദേശമായ ബംഗാളിലും ചർച്ചയായി മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം ബംഗാൾ പോലീസ് കോഴിക്കോടെത്തി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. മാധ്യമങ്ങളിൽ നിന്നാണ് ഈയൊരു സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക അന്വേഷണം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്തു. ഈ കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ള കമ്മീഷൻ നിരീക്ഷിക്കും. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു മൂവ്മെന്റ് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.